ഇന്ന് ഫേസ്ബുക്ക് എടുത്താൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു പോകുന്ന പോസ്റ്റുകൾ ആണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും പൈസ കിട്ടും എന്നൊക്കെയുള്ളത്. എന്നാൽ ശരിക്കും എല്ലാവർക്കും അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഉത്തരം എല്ലാവർക്കും കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് വെച്ചിരിക്കുന്ന നിബന്ധനകൾ തന്നെ. ആ നിബന്ധന എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഫേസ്ബുക്ക് അക്കൗണ്ടിന് പൈസ തരുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക എന്നതാണ്. ഇങ്ങനെ മാറ്റുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയത് ശരിയായ അഡ്രസ്സൊക്കെ നൽകിയിട്ടാണോ എന്നും ഉറപ്പാക്കണം. അതായത് ഈ പേജ് തന്നെ ഉദാഹരണം ആക്കി പറയാം. ഈ പേജിൻ്റെ പേര് വയർലിസം എന്നാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത എൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാ രേഖകൾ പ്രകാരം ഉള്ളത് തന്നെയാണ്. നമുക്ക് പണം സ്വീകരിക്കണം എങ്കിൽ നമുക്ക് കൃത്യമായ ടാക്സ് രേഖകൾ സമർപ്പിക്കേണ്ടതായും ഉണ്ട്. ഇത് എല്ലാം തന്നെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നാം പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഒരു പേജ് എന്ന രൂപത്തിലേക്ക് മാറുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ ഉള്ള ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആയി മാറും. ഇങ്ങനെ മാറിക്കഴിഞ്ഞാലും നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ അഥവാ പണം കിട്ടുന്ന മാർഗത്തിൽ സ്വീകാര്യം ആവില്ല. അതുകൊണ്ട് തന്നെ നാം ഇടുന്ന പോസ്റ്റ് ഫേസ്ബുക്ക് നിയമങ്ങൾ പാലിക്കുന്നത് ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒന്നും ഇല്ലെന്ന് ഉറപ്പായാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് പേജ് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സ്റ്റേജ്. നമുക്ക് ഫേസ്ബുക്ക് ഏതൊക്കെ രീതിയിൽ ആണ് പൈസ തരുന്നത് എന്ന് നോക്കാം. അത് നിലവിലെ രീതിയിൽ തന്നെ താഴെ പറയുന്നവ ആണ്. സ്റ്റാർ, അതായത് നമ്മുടെ പോസ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ അവർ ഫേസ്ബുക്കിൽ നിന്നും പൈസ അടിച്ചു സ്റ്റാർ അഥവാ ഗിഫ്റ്റ് പോയിന്റ് വാങ്ങും. അത് നമുക്ക് ഗിഫ്റ്റായി ഫേസ്ബുക്ക് വഴി തരും. അത് നമ്മുടെ വരുമാനത്തിൻ്റെ കൂടെ ഫേസ്ബുക്ക് കണക്ക് കൂട്ടും. ഒരു സ്റ്റാറിൻ്റെ മൂല്യം ഉദ്ദേശം $0.01 ആണ്. അതായത് ഇന്ത്യൻ മണിയിൽ 82 പൈസ. അത് എത്ര വേണം എങ്കിലും നമുക്ക് ഫോളോവർ അവർക്ക് മനസ്സുപോലെ അയക്കാൻ പറ്റും. ഇനി പറയുന്നത് ആഡ്സ് ഓൺ റീൽസ് ആണ്. അതായത് നാം ചെയ്യുന്ന വേർട്ടിക്കൽ മോഡിൽ ഷൂട്ട് ചെയ്ത 90 സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ റീൽസായി പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മൾ ഇടുന്ന വീഡിയോകൾ വൈറൽ ആകുമ്പോൾ ഫേസ്ബുക്ക് നമുക്ക് ഒരു ഇൻവിറ്റേഷൻ മെയിൽ ചെയ്യും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇടുന്ന റീൽസ്, നിലവിൽ ഉള്ള റീൽസ് എല്ലാം പ്ലേ ആകുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നു. ഇനി ഇൻ സ്ട്രീം ആഡ്സ്. നമ്മൾ ചെയ്യുന്ന റീൽസ് ഒഴിച്ച് ഏത് വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോഴും ആ വീഡിയോയ്ക്ക് ഇടയിൽ കാണിക്കുന്ന പരസ്യങ്ങൾ നമുക്ക് വരുമാനം തരുന്നു. ബോണസ് പ്രോഗ്രാം. നാം ഇടുന്ന ഏത് പോസ്റ്റും, അതായത് ഫോട്ടോ, എഴുതിയുള്ള പോസ്റ്റ്, വീഡിയോ എല്ലാ ബോണസ് പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് പൈസ തരും. പക്ഷേ ഇതും ഇൻവൈറ്റ് ഓൺലി ആണ്. അതായത് നാം ഇടുന്ന പോസ്റ്റ് നന്നായി വൈറൽ ആകുമ്പോൾ മാത്രം ആണ് ഫേസ്ബുക്ക് നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നത്. അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നാം ചെയ്യുന്ന റീൽസ് ഒഴികെയുള്ള എല്ലാ പോസ്റ്റുകൾക്കും അതിന് താഴെ വരുന്ന കമൻറ്റ്, ഷെയർ, സ്മൈലികൾ എല്ലാം നമുക്ക് പൈസ നേടിത്തരുന്നു. ലൈവ് വീഡിയോ ആഡ്സ്, അതായത് നാം ഇടുന്ന ലൈവ് വീഡിയോകൾക്കിടയിൽ കാണിക്കുന്ന പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം. ഇതും ഇൻവൈറ്റ് ഓൺലിയാണ്. അതായത് നാം ഇടുന്ന ലൈവ് വീഡിയോകൾ വൈറലാകുമ്പോൾ മാത്രം ആണ് ഫേസ്ബുക്ക് ഇൻവിറ്റേഷൻ അയക്കുക. സബ്സ്ക്രിപ്ഷൻ, അതായത് നാം ഉണ്ടാകുന്ന വീഡിയോകൾ പണം അടച്ച് നമ്മളുടെ പേജിൻ്റെ വരിക്കാർ ആവുന്നവർക്ക് മാത്രം കാണാവുന്ന രീതിയാണ്. പക്ഷേ അതൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഗുണം ചെയ്യൂ. അതായത് ലൈവ് ആയി വന്ന് പഞ്ചാര വീഡിയോ, ഹെൽത്ത് ടിപ്സ്, കരിയർ ഗൈഡൻസ്, ടെക്നിക്കൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണം ചെയ്യും. നമ്മൾ ഇടുന്ന പോസ്റ്റ് അത് ഒറിജിനൽ ആയിരിക്കണം. അതായത് അടിച്ചു മാറ്റിയ ഫോട്ടോ, വീഡിയോ, എഴുത്തുകൾ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് കോപ്പിറൈറ്റ് വയലേഷൻ ആവും. അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നിന്നും വരുമാനം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. നമ്മളുടെ പോസ്റ്റുകൾ കമ്മ്യൂണിറ്റി വയലേഷൻ ഉണ്ടാകരുത്. കമ്മ്യൂണിറ്റി വയലേഷൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഉദാഹരണം പറയുവാൻ ഒരുപാടും ഉണ്ട്. അതായത് തെറിവിളിക്കൽ, നഗ്നത കാണിക്കൽ, വ്യക്തിഹത്യ തുടങ്ങിയവയൊന്നും പാടില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ ഫേസ്ബുക്ക് അറിവുകളാണ്. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.